Hi all, welcome to Technical Education. KW Overseer Department ഇതൊക്കെ പുതിയ സിലബസ് അപ്ഡേറ്റഡ് സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ സിവിലും മെക്കാനിക്കലും പോർഷൻസ്, പിന്നെന്താ അവർ ഈ എക്സാം കലണ്ടർ വന്നപ്പോൾ അതിൽ സിവിൽ പോർഷൻസ് മാത്രമായിട്ട് മാറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫൈനൽ കലണ്ടർ വന്നപ്പോൾ എക്സാം ഡേറ്റ് അവിടെ നിന്ന് പോസ്റ്റ്പോണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് അവിടെ അപ്ഡേറ്റഡ് സിലബസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് അവിടെ വന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 10 മാർക്കാണ് പറഞ്ഞത്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഇതാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ വന്നേക്കുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ, ഏരിയ, ട്രയാങ്കിൾസ് ഓഫ് ആൻഡ് സർക്കിൾസ്, വോളിയം ഓഫ് സോളിഡ്സ്, അതാണ് 6 മാർക്ക് വന്നേക്കുന്നത്. പിന്നെ അവിടെ ഓട്ടോ കാഡ് 8 മാർക്ക് വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓട്ടോ കാഡ്, കമാൻഡ്സ്, പിന്നെ സർവേയിങ്ങിന് 9 മാർക്കിന് അവിടെ വന്നത്. കൺവെൻഷണൽ സർവേയിങ്, അതേപോലെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, അതേപോലെ കോമ്പസ്, പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ, പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെയാണ് സർവേയിങ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ വന്നേക്കുന്നത് 10 മാർക്ക്. പിന്നെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്കിന് അവിടെ വന്നിട്ട്, അതായത് സ്റ്റോണ്, ബ്രിക്ക്, ടൈൽസ്, സിമെന്റ്, ലൈം, ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമെന്റ്, കോൺക്രീറ്റ്, RCC, ഓക്കെ, ടിമ്പർ ഫൗണ്ടേഷൻ, മാസണറി, റൂഫ്, 10 മാർക്ക്. പിന്നെ അവിടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് അവിടെ 10 മാർക്കിന് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ എന്താ പറഞ്ഞുള്ളത്, വീണ്ടും അവിടെ എന്താ മെക്കാനിക്കൽ പ്രോസസ് അവിടെ ഒരു സബ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 ഡെവലപ്പ് സർഫേസ് ആൻഡ് ഇന്റർപ്രിനേഷൻ ഓഫ് സോളിഡ് ആൻഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പൊ അതിൽ ഡെവലപ്പ് സർഫേസ്, അതേപോലെ ഇന്റർപ്രിനേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടോപ്പിക്സിനെ ബേസ് ആയിട്ടും വന്നു. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ ഫാസ്റ്റനേഴ്സ്, വെൽഡ്സ്, ലോക്കിംഗ് ഡിവൈസസ്, അതവിടെ എന്താ 5 മാർക്കിന് അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റൻസ്, വെൽഡ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസ്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവേറ്റഡ് ജോയിന്റ്സ്, പൈപ്പ് ജോയിന്റ്സ്, റിവേറ്റഡ് ജോയിന്റ്സ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ് 4 മാർക്കിന്, ഗിയർ ഡ്രൈവ് 3 മാർക്കിനാണ് വന്നത്. അഞ്ചാമത്തെ മൊഡ്യൂൾ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്, ഹൈഡ്രോളിക്സ് 3 മാർക്ക്, ന്യൂമാറ്റിക്സ് 2 മാർക്കിനാണ് വന്നത്. ആറാമത്തെ മൊഡ്യൂൾ ലിമിറ്റ്സ് ഫിറ്റ് ടോളറൻസ് 4 മാർക്കിനാണ് അവിടെ പറഞ്ഞിട്ട്. അവിടെ സബ് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ബിയറിംഗ്സ്, ടൈപ്സ് ആൻഡ് അഡ്വാൻറ്റേജസ്, അതിന് 4 മാർക്ക് അവിടെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അവരുടെ അപ്ഡേറ്റഡ് സിലബസ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ചെയ്താണ്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ടോട്ടൽ 100 മാർക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്രയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 31/2024, 238/2024. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് ഈ ഒരു വീഡിയോ അതിന്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.